കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രധാന അധ്യാപകൻ കർണപുടം അടിച്ചു പൊട്ടിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. പ്രധാന അധ്യാപകൻ അശോകിനെതിരെയാണ് ബേടകം പോലീസ് കേസെടുത്തത്. പിന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന അസംബ്ലി കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിലേക്ക് വീട്ടിൽ ആരെല്ലാം ഉണ്ട്, പിന്നെ നീ എപ്പോൾ വരുന്നേ, എവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ചായയും അടിയും മേടിച്ചു വന്നു. ഞാൻ വേണ്ട താമസിച്ചിട്ടാണ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 14-ാം തീയതിയാണ് സ്കാൻ ചെയ്തത്. ഉച്ചക്കേശം 3 മണിയായിട്ടുണ്ടാവും സ്കാൻ ചെയ്യുമ്പോൾ. എന്നിട്ട് 16-ാം തീയതി റിപ്പോർട്ട് കാണിച്ചത്. 16-ന് 15-ാം തീയതി ഡോക്ടർ ലീവായിരുന്നു. അങ്ങനെ 16-ന് കാണിച്ചിട്ടായിട്ടാകുമ്പോൾ പറഞ്ഞു ഇത് ജലദോഷം വരാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, പിന്നെ ഇങ്ങനെ വെള്ളമൊന്നും കയറാൻ പാടില്ല, ഒരു 6 മാസം നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആയാൽ അല്ലെങ്കിൽ ഇത് വരും എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ആക്കേണ്ടി വരും, അങ്ങനെ വെള്ളം ഒന്നും കയറിയാൽ ഓപ്പറേഷൻ ആക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കെ വി ബൈജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുകയാണ്. ബൈജു, വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് നിയമപരമായ നീക്കം കൂടി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കുടുംബം പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണല്ലേ? തീർച്ചയായും ആര്യ, BNS 126/1152 അതുപോലെ തന്നെ ജൂനിയർ ജസ്റ്റിസ് ആക്ട് 75 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ അധ്യാപകനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതുകൂടാതെ ആര് സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രാഥമിക അന്വേഷണം പൂർത്തിയായിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് കൈമാറിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിൽ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യ, ഇതിൽ ജാമ്യമുള്ള വകുപ്പാണ് ഇത് 3 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് JJ ആക്ട് 75 എന്ന് പറയുന്നത് സംരക്ഷിക്കേണ്ടവർ തന്നെ ഇത്തരത്തിൽ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നതാണ്. എന്തായാലും ഇയാൾ ഇപ്പോൾ അവധിയിലാണ്. ഈ പ്രധാന അധ്യാപകൻ ഇപ്പോൾ അവധിയിലാണ്. കുട്ടിക്ക് ഇപ്പോൾ ശസ്ത്രക്രിയ വേണമെന്ന ഒരു നിർദ്ദേശമാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസ്, BJP, SFI ഉൾപ്പെടെ പ്രതിഷേധ മാർച്ച് സ്കൂളിലേക്ക് നടത്തിയിരുന്നു. ഇവർ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത് ഈ പ്രധാന അധ്യാപകനെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്നാണ്. തിങ്കളാഴ്ചയാണ് ഇത്തരത്തിൽ സ്കൂൾ അസംബ്ലിയിൽ ഈ കുട്ടിയെ ഈ പ്രധാന അധ്യാപകൻ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കാര്യത്തിൽ പ്രധാന അധ്യാപകന്റെ ഒരു വിശദീകരണം കൈവീശുമ്പോൾ അത് ചെവിയിൽ കൊണ്ടു എന്ന ഒരു വിശദീകരണം PTA കമ്മിറ്റിക്ക് മുമ്പിൽ ഇയാൾ വെച്ചത്. ഏതായാലും പോലീസ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും, വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം ബാലാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ ഇന്ന് കുട്ടിയുടെ വീട്ടിൽ എത്തി കുട്ടിയെ കാണും, അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയെ കാണും, ഇന്ന് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ കൂടുതൽ നടപടികൾ വരുത്തുമെന്നതാണ് ഏറ്റവും പ്രധാനം. അത്രത്തോളം ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഒരു അധ്യാപകന്റെ ഭാഗത്ത്, അതും ഒരു പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം ഉയർന്നു. ഇതിൽ TD മധുസൂദനാണ് ഇത്തരത്തിൽ ഈ സ്കൂളിലെത്തി കുട്ടിയിൽ നിന്നും ഒപ്പം ക്ലാസ് അധ്യാപിക, കുട്ടിയുടെ അമ്മ എന്നിവരിൽ നിന്നും തെളിവെടുത്തത്. ഈ ഒരു റിപ്പോർട്ട് കൂടി വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഇനി എന്ത് നടപടി വിദ്യാഭ്യാസ വകുപ്പ് ഈ പ്രധാന അധ്യാപകനെതിരെ എടുക്കുന്നതെന്നും കാത്തിരുന്ന് കാണേണ്ടി വരും. ആര്യ, തീർച്ചയായും കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക്